സത്യത്തിൽ എനിക്ക് അങ്ങനെ ഞാൻ ഒരു ബിരിയാണി ലവറൊന്നുമല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് കഴിച്ചേക്കുന്നത് ബിരിയാണിയും പൊറോട്ടയായിരിക്കും. എല്ലാ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാവും. ചില ദിവസം നമുക്ക് മെസ്സേജ് വരും, കഴിക്കാത്ത ആൾക്കാർ വരെ നമ്മളായിട്ട് മിണ്ടാൻ വേണ്ടി മെസ്സേജ് അയക്കും. അത് കഴിച്ചിട്ടോ കൊള്ളൂലട്ടോ അതെന്ന് പറഞ്ഞിട്ട് വെറുതെ. അപ്പൊ എനിക്ക് നമ്മളാ ബ്രിണ്ണൻ കോളേജിൽ പഠിച്ചതുകൊണ്ട് ഞാൻ അവിടെ പാരീസ് ഹോട്ടലിലാണ് ഏറ്റവും കൂടുതൽ കഴിച്ചോണ്ടിരുന്നത്. കുറച്ചിങ്ങനെ അച്ചാറെടുക്കാം. അതെ. ഓ ഹായ് ഹലോ നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എന്നെ മനസ്സിലാവും. നമ്മുടെ ബിബിൻ ജോർജിന്റെ ബിഗ് ബിരിയാണി കടയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂടെ ഓണത്തിന് ബിബിൻ ചേട്ടന് ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയ പാടത്തിന് നല്ല തിരക്കുണ്ട്. ബിബിൻ ചേട്ടൻ അകത്തുണ്ട്, നമുക്കൊന്ന് പോയിട്ട് കാണാം. ഹലോ, സുഖമായിരിക്കുന്നോ? മലയാളിയായല്ലേ? ഇംഗ്ലീഷിൽ പറയല്ലോ ഓണ്ടർപ്രണർ. നമ്മള് ഞാൻ വിചാരിക്കുന്നു പണ്ട് ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ദിലീപേട്ടനെ കാണാൻ വേണ്ടിട്ട് ദിലീപേട്ടന്റെ പുട്ടടയിൽ പോകുന്ന പോലെ തന്നെ ബിബിൻ ജോർജിനെ കാണാൻ എല്ലാവരും ഈ ബിഗ് ബിരിയാണി കടയിൽ വരും. ശരിക്കും അതുകൊണ്ടല്ലേ ഫുഡിന്റെ കൂടെ ബിബിൻ ചേട്ടനെ കാണാൻ ആഗ്രഹത്തിൽ ആൾക്കാർ. അത് ചിലവരുണ്ടാവും, പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാവില്ലല്ലോ ഇവിടെ. നമ്മളവിടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുമല്ലേ. അപ്പോൾ പക്ഷെ എപ്പോൾ ഗ്യാപ്പ് കിട്ടിയാലും ഓടിങ്ങിട്ട് വരും. നമുക്ക് ഇഷ്ടമാണ് ഇവിടെ ആളുകൾക്ക് എന്താണ് ഫീഡ്ബാക്ക് അറിയാൻ ഇഷ്ടമാണ്. അത് രസമുള്ളവരുടെ. ഞാൻ കണ്ണൂരുകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ അച്ചാറാ. അത് കണ്ണൂർക്കും മനസ്സിലും ഈ മംഗലം കൂടാൻ പോകുന്നവർക്കും അതാണ് മംഗലം എന്നാണ് വാക്ക് കറക്റ്റ്. അതായത് തലശ്ശേരി ആ ഭാഗങ്ങളിൽ മംഗലം എന്നാ പറയാ. അവിടുത്തെ തലേ ദിവസം ഈ പറയുന്ന ബിരിയാണി കൊടുക്കും. അതിപ്പോ ഇനി ഹിന്ദുക്കളുടെ കല്യാണമാണെങ്കിലും കൊടുക്കും. അപ്പൊ അവിടെയുള്ള ബീട്രൂട്ട് അച്ചാറാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എല്ലാവരും പറയുന്നത്. ഞങ്ങൾ അതിന്റെ കൂടെ മുന്തിരി കിട്ടും, പച്ചമുന്തിരി. ഇവിടെ ഈന്തപ്പഴം കിട്ടുവാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ട് ഇപ്പൊ ബിരിയാണി കട തുടങ്ങാം എന്നൊരു ആഗ്രഹം എന്താ വന്നത് ചേട്ടാ? സത്യത്തിൽ എനിക്ക് അങ്ങനെ ഞാൻ ഒരു ബിരിയാണി ലവറൊന്നുമല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് കഴിച്ചേക്കുന്നത് ബിരിയാണിയും പൊറോട്ടയായിരിക്കും. ഏറ്റവും കുറവ് കഴിച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കള് എല്ലാരും 3-4 പേരുണ്ടായിരുന്നു. ശിവചേട്ടാ കരിമൊക്കെ പോയാ ആണല്ലേ? ശിവചേട്ടൻ നമ്മുടെ വെടിക്കെട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ അറിയാലോ. അപ്പൊ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പുള്ളി പിന്നെ കരീമിക്ക, താഹ എന്ന് പറഞ്ഞ ഞങ്ങൾ 3-4 പേരുണ്ട് പാർട്ട്നേഴ്സ്. അപ്പൊ അവരെല്ലാരും കൂടി ഒരുങ്ങി, ഞാനും ഒരുങ്ങി അവരോടൊപ്പം. അപ്പൊ നമ്മളുടെ ഒരു ബ്രാൻഡ് കുറെ നാളായിട്ട് ഇപ്പൊ നമ്മുടെ ബാൻഡ് ബിഗ് അല്ലേ, ബിഗ് ബാൻഡാണ്, ബിഗ് ബിരിയാണിയാണ്. ഇത് നമ്മുടെ കട്ടപ്പുറത്തേക്ക് റോഷന്റെ ഒക്കെ പ്രോഗ്രാം ചെയ്ത ആളാണ് കേട്ടാ. നിങ്ങൾ കേട്ടാ ആ വയലിനൊക്കെ പുള്ളി റെഡിയാക്കിയതാ. പരിചയക്കാരൻ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ശരിക്കും ഓടി വന്നിട്ട്. പക്ഷെ ഞങ്ങളിപ്പോ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാ, കുറെ നാൾക്ക് ശേഷം കണ്ടതാ. ബിരിയാണി കഴിച്ചോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ബിരിയാണി? കവറ് ഇങ്ങനെ 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 കവർ മര്യാദ. എന്റെ ഫോട്ടോ, എന്റെ തല, എന്റെ ഫിഗർ. നമുക്കൊന്ന് അകം എക്സ്പ്ലോർ ചെയ്താലോ? ഓ ആയിക്കോട്ടെ, ചേട്ടാ താങ്ക് യു കേട്ടോ. പറഞ്ഞോട്ടെ ഇടയ്ക്ക്. ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാന്ന് പറയുന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ പല കാര്യങ്ങളും ചിന്തിക്കണല്ലോ. ഇപ്പൊ സിനിമ കാര്യം, ഷൂട്ടുകാർ തിരക്കിലായിരിക്കും. എങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പത്തെ ഒരു ഫീൽ എന്താ ശരിക്കും? വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, അത് പ്രത്യേകിച്ച് ഫുഡിൽ ഒരു കാര്യം, അത് ഏറ്റവും വലിയ ഫുഡ് ഹോട്ടലുകാരും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കണവരൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഡെയിലി ഇഷ്യൂ ബേസ്ഡ് ആയിരിക്കും. എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ ഈവൻ താൻ ഇവിടെ ഒന്ന് കഴിക്കുന്നു, താൻ കഴിച്ചത് എനിക്ക് ഇഷ്ടമായി, അടുത്ത ദിവസം താൻ കൂട്ടുകാരികളെയും കൊണ്ട് വിളിച്ചിട്ട് വരും. ചിലപ്പോ അന്ന് ആ ടേസ്റ്റ് ചിലപ്പോ വരില്ല. ഇറ്റ്സ് ഹാപ്പൻസ് ആണ്. നമ്മളെ സിനിമയാണോ പോലെ. അതെ, പക്ഷെ ആ ഒരു റിസ്ക് എടുക്കാൻ റെഡിയാണ്. റിസ്ക് എന്ന് പറഞ്ഞാല് കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. കൂട്ടത്തില് സമാധാനിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ റിവ്യൂ വാങ്ങാന്ന് പറയുന്നത് വിചാരിച്ച ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കഴിച്ചാ എനിക്കിതിപ്പോ നമ്മുടെ അനീഷ് ഗോപാൽ ഇല്ലേ, ഏത് നമ്മുടെ യെല്ലോ ടൂത്തിന്റെ, അവനിപ്പൊ ചൂണ്ടിയിൽ എനിക്കൊരു ചെറിയൊരു കടയുണ്ട്, ഇതിന്റെ തന്നെ ഫ്രാഞ്ചൈസി പോലെ ചൂണ്ടിയിലുണ്ട്. അപ്പൊ അവൻ അവിടുന്ന് അനീഷ് ഗോപാൽ വിളിച്ചേക്കണേ എന്നെ ചൂണ്ടിയിൽ മേടിച്ചിട്ട്. പുള്ളിയുടെ സിനിമയുടെ ഗ്രൂപ്പ് ഇപ്പൊ പടം മറ്റേ പ്രൊമോഷൻ നടക്കണ്ടല്ലോ. അപ്പൊ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് ബിബി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, കോഴിക്കോടൻ ടേസ്റ്റ് തന്നെ ഇവിടെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളിതിങ്ങനെ കയറി ഇറങ്ങിയിരിക്കൂടോ. ചില ദിവസം നമുക്ക് മെസ്സേജ് വരും, കഴിക്കാത്ത ആൾക്കാർ വരെ നമ്മളായിട്ട് മിണ്ടാൻ വേണ്ടി മെസ്സേജ് അയക്കും. അത് കഴിച്ചിട്ടോ കൊള്ളൂലട്ടോ അതെന്ന് പറഞ്ഞിട്ട് വെറുതെ.
അത് നമ്മപ്പോൾ ഞാൻ പറയും എവിടെ കഴിച്ചത്, ഇടയ്ക്ക് ഞാൻ ചോദിക്കും കളമശ്ശേരി എന്നാണോ എന്ന് ചോദിക്കും. അതെന്തിനാണെന്നറിയാമോ? കളമശ്ശേരിയിൽ നമ്മൾ തുടങ്ങിയിട്ട് അവിടെ ഡൈനിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് നിർത്തി, ഒരാഴ്ച ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്കമാലിയിൽ ഒരെണ്ണമുണ്ട്, ചൂണ്ടിയിൽ ഒരെണ്ണമുണ്ട്, ഇവിടെ ഉണ്ട്. കളമശ്ശേരിയിലില്ല. അപ്പം ഞാൻ കഴിച്ച കൊള്ളൂല എന്ന് പറഞ്ഞില്ലേ, അവരോട് ചോദിക്കും ഞാൻ കളമശ്ശേരി നിന്നാണ് കഴിച്ചെന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി അതെ അതെ, അപ്പം നുണയല്ലേ. അല്ല ജസ്റ്റ് എന്താ ആൾക്കാർ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, ബിസിനസ് മാനും കൂടി ആയതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നന്നായിട്ട് നമ്മൾ പല ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് മലബാറിന്ന് കഴിച്ച് ശീലിച്ച ആൾക്കാരാണെങ്കിൽ മലബാർ ബിരിയാണി എന്ന് പറഞ്ഞാലും കറക്റ്റ് മലബാർ ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ഈ ടേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കണമല്ലോ. ഈ ഷെഫിനെ എങ്ങനെ കണ്ടു? ഷെഫിനെ ഞങ്ങൾ അവിടെ നിന്ന് പൊക്കിയതാ. ഞങ്ങൾ മറച്ചു വെച്ചേക്കാം. മറഞ്ഞോ വേറെ ആളുകൾ കൊത്തിക്കൊണ്ടുപോയിരിക്കാൻ വേണ്ടിട്ട് മറച്ചു വെച്ചേക്കാം. ഞാൻ കണ്ടില്ലട്ടോ, ഞാൻ എവിടെ നമ്മുടെ ഷെഫ് എന്നൊക്കെ പോയാലോ. ചേട്ടൻ എങ്ങനെയാണ് ബിരിയാണി വിളമ്പണേ നോക്കട്ടെ. ബിരിയാണി പറയുമ്പോൾ നല്ല നമ്മുടെ ഇവിടെ ഉള്ള പ്രത്യേകത, രണ്ട് നല്ല വലിയ പീസ കൊടുക്കുക. കൈമ റൈസാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല ഒറിജിനൽ കൈമ റൈസാണ്. നമുക്ക് ഇവിടെ കൊച്ചിയിൽ കൂടുതലും കിട്ടാനുള്ളത് അറിയാലോ, വലിയ റൈസ് ആയിരിക്കുമല്ലോ. നമ്മൾ തലശ്ശേരി മലബാർ ഏരിയയിലാണ്. ചെറിയ റൈസാണ് നമുക്ക് അവിടെ ബിരിയാണി കിട്ടുക. അപ്പൊ എനിക്ക് നമ്മളാ ബ്രിണ്ണൻ കോളേജിൽ പഠിച്ചതുകൊണ്ട് ഞാൻ അവിടെ പാരീസ് ഹോട്ടലിലാണ് ഏറ്റവും കൂടുതൽ കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചെറിയ റൈസാ. രസായിട്ട് താങ്ക് യു. കൊള്ളാട്ടോ. അതിന്റെ കാഴ്ചയിൽ ഗംഭീരാണ്. നമ്മുടെ തലശ്ശേരി ആ സ്ഥലത്തുള്ള ബിരിയാണി പോലെ തന്നെയാ തോന്നണേ. അച്ചാർ ഇവിടെ കഴിഞ്ഞു. അച്ചാറുണ്ട്. ഞാനിവിടെ വന്നതേ അച്ചാറിന് വേണ്ടി മാത്രാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ അച്ചാർ. ഇത് പാർസലിന് വേണ്ടി വെച്ചതാണ്. ബിരിയാണി സിന്ദൂർ. ബിരിയാണി ഒരു പേരിട്ട് ബിരിയാണി സിന്ദൂർ. എഴുത്തുകാരുടെ ലൈവിലായിട്ട് പേരൊക്കെ കിട്ടുന്നൊക്കെ. അത് കഴിച്ചു നോക്കട്ടെ. കുറച്ചിങ്ങനെ അച്ചാർ എടുക്കുക. അതെ. എനിക്ക് ഇത്തിരി മസാല വേണം. മസാല ഇത്തിരി മസാല. എനിക്ക് മസാല ഇട്ട് കുറച്ച് മസാല എടുക്കുക. കണ്ണൂർ സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാർ. ജെനുവൻലി പറയണം, താൻ കണ്ണൂരുകാരിയ. സത്യം പറയട്ടെ, ഇത് നമ്മള് കല്യാണത്തിന് പോയിട്ട് നമുക്ക് പാഴ്സൽ കിട്ടുമല്ലോ. നമ്മൾ വീട്ടിനെടുത്താൽ കല്യാണമെങ്കിൽ നമുക്ക് അപ്പം ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല, ചൂടൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ കുറെ പാഴ്സൽ വീട്ടിലേക്ക് കൊടുക്കും. അതായത് കല്യാണത്തിന് പോകുമ്പോ 2-3 കിറ്റൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി പോവുക. തൊട്ടപ്പുറത്ത് വീട്ടിൽ തന്നെ കിട്ടില്ലേ, നമ്മൾ ടി വി ഒക്കെ കഴിക്കും. കറക്റ്റ് ഫീലാണ് ശരിക്കും കിട്ടണത്. അടിപൊളിയാണ്. എന്നോട് ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് കറക്റ്റ് റിവ്യൂ തരണം, എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാനാണ്. എനിക്ക് ഇഷ്ടമായി. ബിക്കോസ് ഞാൻ ഒരു ഫുഡ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യാമറമാരിൽ നിന്ന് വെള്ളം ഇറക്കാണ് ഗായ്സ്. ഈ കുറെ നാള് നമ്മുടെ കണ്ണൂരിലെ കല്യാണം മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്യുന്നത് ബിരിയാണിയാണ്. പക്ഷെ കിട്ടു ബിരിയാണി ശരിക്കും ആ നൊസ്റ്റാൾജിക് ഫീൽ എനിക്ക് കിട്ടി. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് വെറുതെ ഫുഡ് മാത്രം കഴിച്ചിട്ട് പോകാൻ പറ്റില്ല. എന്റെ സിനിമകൾ ഏതൊക്കെയാണെന്നൊക്കെ കാണാൻ പറ്റും. ഫുള്ളായിട്ട് ഇവിടെ കൊടുക്കാൻ സ്പേസ് കിട്ടിയില്ല അല്ലേ? ഇല്ല, ഇത് ഇവര് അടിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ അടിച്ചാന്ന് തോന്നുന്നു. എനിക്ക് ഹൗസ് വാങ്ങിയ സമയത്ത് സലീം കുമാർ വന്ന ഒരു ഭയങ്കര നല്ല വീഡിയോ ഉണ്ട്. ശരിക്കും ഇതുണ്ടെങ്കിൽ ശരിക്കും മിസ് ചെയ്തല്ലേ നമ്മള്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭയങ്കര സക്സസ് സമയത്ത് ഇപ്പം എഴുത്തും അഭിനയവും ഈ പ്രൊഡക്ഷനൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ഇന്ന് ആൾക്കാർ ഇത് എന്തായാലും കാണണം അങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ശരിക്കും ഈ അച്ചീവ്മെന്റ് കാണാൻ വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് തോന്നിയ? അത് അപ്പച്ചനായിരിക്കില്ലേ. അപ്പച്ചനുണ്ട്, ഷാഫി സാറും ഉണ്ട്. അപ്പോൾ ഷാഫി സാറിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ പകുതി വെച്ച് നിർത്തിയായിരുന്നു. പകുതി വെച്ച് നിർത്തിയെന്ന് വെച്ചാൽ ഷാഫി സാറിന് വേണ്ടി എഴുതി ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം പോണത്. അതൊന്നും നടക്കണമെന്നുണ്ട്. അതിൻ്റെ പുറകെയാണ് ഇപ്പോഴും ഞങ്ങൾ. നമ്മളോ എല്ലാവരും പറയുവേ ഞാനും വിഷ്ണുവും അഭിനയിക്കാൻ നടന്നുകൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതാത്തതെന്നൊക്കെ പറയും. ആക്ച്വലി അതൊന്നും അല്ല സത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് മുതൽ 3 സ്ക്രിപ്റ്റ് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിരിപ്പുണ്ട്. അത് ഓരോ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോകും. അങ്ങനെ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട് ഞങ്ങൾ. നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നടക്കുമായിരിക്കും. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ നമുക്ക് ജീവിക്കണമെങ്കിലും അഭിനയിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടല്ലോ, അതും ഉണ്ടല്ലോ.
നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ആക്ടിങ് വേണം. എഴുത്തിന്റെ പുറകെ എഴുത്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട് കുറെ. എഴുതിയ സമയത്ത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചേട്ടന്റെ സിനിമയിലൊക്കെ അഭിനയിച്ച ആളുകൾ ഉണ്ടാവില്ലേ, എഴുതുമ്പോൾ ഇന്നാൾ അഭിനയിക്കണം, അപ്പൊ അവര് ഇപ്പം ഇല്ലല്ലോ, അപ്പൊ ആ സമയത്ത് മിസ്സിംഗ് ഉണ്ടാവില്ല ആ ക്യാരക്ടറിനെ. സലീമേട്ടൻ, ഒരു സംശയമില്ല, സലീമേട്ടനെ നഷ്ടമായി. ഒരു സ്ക്രിപ്റ്റ് ഞാൻ അദ്ദേഹത്തിന് അനുകരിച്ച് സ്റ്റേജിൽ അനുകരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഉള്ളിൽ. നമ്മളൊരു ഡയലോഗ് എഴുതിയാൽ ഈ മീറ്ററിൽ പറഞ്ഞാൽ അത് ഏക്കുമെന്ന് 100% ഉറപ്പാണ്. അതായത് ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം മേജർ രവി സാറ് ബമ്പർച്ചിരിയിൽ വന്നിട്ടുണ്ടായി ആഗസ്റ്റ് 15 പരിപാടിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ കോമഡി പടമൊക്കെ എഴുതിയേക്കുന്നത്, പക്ഷേ ഞങ്ങൾ ഏറ്റവും വലിയ പാട്രിയോട്ടിസം എഴുതിയേക്കുന്നത് കട്ടപ്പുറത്തി ഘോഷത്തിലാണ്. അതിൽ പറയുന്നുണ്ട്, ഞാൻ നന്നായാൽ വീട് നന്നാവും, വീട് നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായാൽ ലോകം നന്നാവും എന്ന് പറയുമ്പോൾ സലീമേട്ടൻ ചോദിക്കുന്നു, ഈ ലോകം എന്ന് പറയുമ്പോൾ അതിൽ പാകിസ്ഥാൻ പെടൂലേ? ഞാൻ പറഞ്ഞു ആ പെടും. അങ്ങനെ ഞാൻ നന്നായിട്ട് പണിക്ക് പോയിട്ട് പാകിസ്ഥാൻ രക്ഷപ്പെടേണ്ട ഭാരത് മാതാക്കി ചെയ്യുന്ന പറയൂലേ, അത് എഴുതുമ്പോൾ നമുക്കറിയാം. അതായത് സലീമേട്ടൻ പറഞ്ഞാലാണ് അത് വിജയിക്കുക എന്നുള്ളത് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. അതേപോലെ ഇപ്പൊ എഴുതി വെച്ചേക്കണ പടങ്ങളില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞ 3 പടം റെഡിയാന്ന് പറഞ്ഞില്ലേ, അതിലും സലീമേട്ടന് വേണ്ടി മീറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പോയി കഥ വായിക്കുമ്പോൾ ഞങ്ങൾ പറയണത് ഇത് സലീമേട്ടൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അവർ പറയും സലീമേട്ടൻ്റെ മീറ്ററിൽ തന്നെ വായിച്ചോളാൻ പറയും. പക്ഷേ ആരാണ് അതിന് പകരം വെക്കുകയെന്ന് വെച്ചാൽ മറുപടിയില്ല. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഈ വർഷം തന്നെ നമുക്ക് കാണേണ്ടി വന്നു. ഇപ്പൊ ബിബിൻ ചേട്ടന് ഞങ്ങള് വക ഒരു ഓണ സമ്മാനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആയിക്കോട്ടെ, സോ അത് തരട്ടെ കൈയോടെ. തന്നോ. ഓണത്തിന് ബിബിൻ ചേട്ടന് ഒരു സമ്മാനം കൂടി ഉണ്ട്, എടുക്കട്ടെ? ഓ അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മിൽമയുടെ പ്രൊഡക്റ്റ് ആണല്ലേ? പ്രൊഡക്റ്റ് ആണ്. കലകി എന്തൊക്കെയുള്ളത് നോക്കിയാലോ? ഓ അയ്യോ, ഇത് കുറെ ഉണ്ട്, ഇത് റിവീൽ ചെയ്യാൻ കുറെ ഉണ്ട്. ഇത് മിൽമയുടെ നെയ്യുണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, വീട്ടിൽ ഇത്തവണ പായസം ഉണ്ടാക്കും, പാൽപ്പൊടി ഉണ്ട്. വീട്ടുകാർക്ക് വൈഫിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഉണ്ട്. ഓക്കെ, പായസമുണ്ട്, പാലട മിക്സ് ഉണ്ട്, ഇൻസ്റ്റന്റ് റോസ്റ്റഡ് പാലട, പാൽപ്പൊടി, ഇത് മിൽക്ക് അല്ല സോറി ഗുലാം സേമിയ, ഇത് ബ്രൗണി, ചോക്കോ ബ്രൗണി. സോ അപ്പോൾ ഓണത്തിന് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ഓണത്തിന് ഉണ്ടാക്കണം കേട്ടോ. ഇത്തവണ ഓണത്തിന് ഇതായിരിക്കണം ബിബിൻ ചേട്ടൻ്റെ വീട്ടില്. ഇതപ്പോൾ സന്തോഷമായില്ലേ? ഹാപ്പി. അപ്പോൾ ഓണം അടിച്ചു പൊളിക്കും. താങ്ക് യു വെരി മച്ച്. സ്പെഷ്യൽ താങ്ക് യു. പൊളിക്കട്ടെ അപ്പോൾ.